ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ സിയോമിയുടെ ഏറ്റവും പുതിയ പ്രോഡക്റ്റ് ആയിട്ടുള്ള സിനെ മാജിക് QLED ടിവിയെ കുറിച്ചാണ്. ടി വി വാങ്ങുന്നതിന് മുൻപായി ഈ വീഡിയോ തീർച്ചയായും കണ്ടിരിക്കേണ്ടതാണ്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ QLED മാജിക് പ്രോയുടെ പുതിയ വേർഷനാണ് ഈ ടി വി. പരസ്യങ്ങൾ കണ്ടാണ് ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ നാം പ്രേരിതമാകുന്നത്. എന്നാൽ കയ്യിൽ കിട്ടിയാൽ ഒരുപക്ഷെ നമുക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം. തിരിച്ചു നൽകാൻ യാതൊരു സാധ്യതയുമില്ല. പ്രത്യേകിച്ചും ഓൺലൈൻ പർച്ചേസ് ആകുമ്പോൾ വാങ്ങുന്നതിന് മുമ്പ് കണ്ട് വിലയിരുത്തലും അസാധ്യമാണ്. അങ്ങനെ വരുമ്പോഴാണ് സോഷ്യൽ മീഡിയ റിവ്യൂ നാം കാണുന്നത്. പല റിവ്യൂകളും പ്രോഡക്റ്റ് ഫ്രീ ആയി ലഭിച്ച് നിർമ്മിക്കുന്നതാണ്. സത്യം പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയില്ല. ഏപ്രിൽ 10 ലോഞ്ച് ചെയ്ത ടി വി 16 ഓൺലൈനിൽ നിന്നും ഓർഡർ ചെയ്തത്. 18 തന്നെ പ്രോഡക്റ്റ് എനിക്ക് ലഭിച്ചു. പണം കൊടുത്തു വാങ്ങിയത് കൊണ്ട് ആരെയും പ്രീതിപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല. സത്യസന്ധമായ എന്റെ അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. പഴയ ടി വിയിൽ നിന്ന് പുതിയ ടി വിയെ വ്യത്യസ്തമാക്കുന്നത് ഫിൽം മേക്കർ മോഡാണ്. അത് ഡോൾബി വിഷൻ വീഡിയോ നമ്മൾ കാണുമ്പോൾ ഫിൽം മേക്കർ പ്ലസ് ഡോൾബി വിഷൻ വീഡിയോ നമുക്ക് കിട്ടും. ആപ്പിൾ പ്രോഡക്റ്റുമായി കണക്ട് ചെയ്യാൻ എയർപ്ലേ 2 സപ്പോർട്ട് കൂടെ ഇതിൽ ലഭിക്കുന്നുണ്ട്. കൂടാതെ മറ്റെല്ലാ പ്രോഡക്റ്റിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ബ്രാൻഡ് ന്യൂ റിമോട്ട് കൂടെ നമുക്ക് ലഭിക്കും. ഗൈസ്, ഇനി നമുക്ക് പ്രോഡക്റ്റിന്റെ യഥാർത്ഥ റിവ്യൂവിലേക്ക് കടക്കാം. ഒരു ടി വി ആകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിന്റെ പിക്ചർ ക്ലാരിറ്റി തന്നെയാണ്. അതിന്റെ പെർഫെക്ഷൻ സിയോമി നല്ല രീതിയിൽ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. 4K HDR ഡോൾബി വിഷൻ അതീവ ഭംഗിയോടെ ആസ്വദിക്കാൻ കഴിയും. വളരെ ഡീപ്പായ ബ്ലാക്ക് കളർ വ്യൂ വളരെ മനോഹരമാണ്. പക്ഷേ VA പാനലിന്റെ പോരായ്മ ചെറിയ ഒരു ആംഗിളിൽ തന്നെ പ്രകടമാകുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ഇതൊന്ന് കണ്ടു നോക്കൂ. സൈഡ് വ്യൂവിൽ ചെറിയ മങ്ങലുണ്ട്. സീനിന്റെ ബ്രൈറ്റ്നെസ് കോൺട്രാക്ട് നേരെ നിന്ന് മാച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് ലഭിക്കുന്നത്. കണ്ടില്ലേ, അതിന്റെ ബ്രൈറ്റ്നെസ്സിലും കളറിലും മാറ്റങ്ങളുണ്ട്. മറ്റൊരു വീഡിയോ കൂടെ കണ്ടോളൂ. ഇപ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അതിന്റെ ഇഷ്യൂ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. തീരെ മോശമാണ് എന്ന് പറയാൻ കഴിയില്ല, എങ്കിലും IPS പാനലായിരുന്നെങ്കിൽ ഒന്നുകൂടെ നന്നായേനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗെയിമിംഗ് സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ഒന്നും പറയാനില്ല. 120 ഹെർട്സ് ഗെയിമിംഗ് ബൂസ്റ്റ് വളരെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് NFS ആയാലും ഗോഡ് ഓഫ് വാർ ആയാലും യാതൊരു ലാഗിങ്ങും ഇല്ലാതെ വളരെ പെർഫെക്റ്റ് ആയിട്ട് 4K റെസൊല്യൂഷനോട് കൂടി HDR സപ്പോർട്ടിൽ വളരെ മനോഹരമായിട്ട് കളിക്കാൻ കഴിയും. ശ്രദ്ധേയമായ മറ്റൊരു കാര്യം പുതിയ റിമോട്ടാണ്. പുതിയ റിമോട്ടിൽ സെറ്റിംഗ്സ് എടുക്കുമ്പോൾ ചെറിയൊരു ലാഗിങ് ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, ചെറിയ ഒരു ഡിലേ ഉണ്ട്. അടുത്തായിട്ട് പറയാനുള്ളത് വിവിഡ് പിക്ചർ എഞ്ചിൻ 2. ചിലപ്പോഴൊക്കെ എനിക്ക് ഓവർ കളറായിട്ട് തോന്നിയിട്ടുണ്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പീപ്പിൾ. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഫിൽം മേക്കർ മോഡാണ്. അതിമനോഹരമായ ഒരു വ്യൂയിങ് എക്സ്പീരിയൻസ് ഈ പുതിയ ഫീച്ചേഴ്സിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഡോൾബി വിഷൻ വീഡിയോ ആണ് പ്ലേ ചെയ്യുന്നതെങ്കിൽ ഡോൾബി വിഷൻ പ്ലസ് ഫിൽം മേക്കർ എന്ന ഫീച്ചേഴ്സിലൂടെ സ്റ്റണ്ണിങ് വ്യൂയിങ് എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ഓവർ കളർ സാച്ചുറേഷൻ ഇവിടെ നമുക്ക് എഫക്ട് ആവുകയില്ല. ഇതുവരെ നമ്മൾ പറഞ്ഞു വന്നത് ഹൈ ക്ലാരിറ്റി വീഡിയോ പ്ലേ ചെയ്യുമ്പോഴുള്ള കാര്യമാണ്. ലോ റെസൊല്യൂഷനോട് കൂടി, അതായത് SD കണ്ടന്റ് ആയിട്ടുള്ള ചില ചാനലുകൾ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. 65 ഇഞ്ച് TVയിലേക്ക് എൻലാർജ് ചെയ്യപ്പെടുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. യഥാർത്ഥ 4K ക്ലാരിറ്റിയിലേക്ക് മാറുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. എങ്കിലും നല്ല രീതിയിൽ തന്നെ ഒരു മികച്ച വ്യൂയിങ് എക്സ്പീരിയൻസ് ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. TV സൗണ്ടിലേക്ക് വരികയാണെങ്കിൽ 34 വാട്ട്സിന്റെ ബൂം ബോക്സ് സൗണ്ട് ആണ് വാഗ്ദാനം ചെയ്യുന്നത്. എങ്കിലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് എക്സ്ട്രാ ഹോം തിയേറ്റർ സിസ്റ്റമാണ്. എങ്കിൽ മാത്രമാണ് ഒരു റിയൽ തിയേറ്റർ എഫക്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. മറ്റൊരു കാര്യം, 34 വാട്ട്സ് നമുക്ക് ലഭിക്കുന്നത് 55, 65 ഇഞ്ച് TVയിലും മാത്രമാണ്. ടിവിയെ കുറിച്ച് ഇതിൽ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.